ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടിയിട്ട് ആദ്യം ദത്തെടുക്കുന്നത് ഉറപ്പിച്ച് തന്നെ നടക്കുകയാണല്ലോ. അതെങ്ങനെയെങ്കിലും തടയാൻ വേണ്ടിയിട്ടും നമ്മുടെ ശ്രുതി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിയും മീരയും കൂടിയിട്ട് അവിടെ അടുത്തുള്ള ഒരു സ്കൂളിൽ പോയി ഇങ്ങനെ നിൽക്കുകയാണ്. ആദ്യം ചേർക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവർ ഇങ്ങനെ സ്കൂളിനെ കുറിച്ചൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ സ്കൂളിലെ സെക്യൂരിറ്റി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്നൊക്കെ. അങ്ങനെ അവർ സെക്യൂരിറ്റിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഒരു അഡ്മിഷന് വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ രജിസ്റ്ററിൽ ഫോൺ നമ്പറൊക്കെ എഴുതി മേടിച്ചതിന് ശേഷം ഉള്ളിലേക്ക് കടത്തി വിടുകയാണ്. അപ്പോഴേക്കും മീരയാണെങ്കിൽ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എടി ഇപ്പോൾ പകുതി ആയതല്ലേ ഉള്ളൂ, ഈ വർഷം പൂർത്തിയാക്കിയിട്ട് അടുത്ത വർഷം ചേർത്താൽ പോരേനെ. പറ്റില്ല, സച്ചിയും രേവതിയും കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുക. അവരിങ്ങനെ പോയാൽ ഉടനെ തന്നെ ആദ്യം ദത്തെടുത്തുകൊണ്ട് പോകുന്ന ഉറപ്പാണ്. അതിന് എനിക്കിതേ മാർഗമുള്ളൂ. അപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, അത് അവനെ ദത്തെടുത്തോണ്ട് പോകാൻ വേണ്ടിയിട്ട് നിന്റെ അമ്മായിയമ്മയോട് പറഞ്ഞാൽ പോരെ, അവരതെങ്ങനെയെങ്കിലും കുളവാക്കില്ലെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതെ ഞാനും അങ്ങനെ തന്നെയാടി കരുതിയിരുന്നത്. എന്നാലേ അവരോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം വരുന്നതോട് കൂടിയിട്ട് സച്ചിയും രേവതിയും ആ പേരും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിക്കാന്ന് കരുതിയിട്ടാണ് അവരിയ്ക്കുന്നത്. ഇനി അവരവിടെ നിന്ന് പോയില്ലെങ്കിലോ ആദ്യം ദത്തെടുത്ത് അവരും അവിടെ കാണും. പിന്നെ എനിക്കാണെങ്കിൽ എപ്പോഴതിൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയുന്നതെന്നറിയില്ല. ഞാൻ ഇപ്പൊ തന്നെ തലയിൽ തീ വെച്ച പോലെയാ നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. എന്നാ മീര പറയുന്നുണ്ട്, എടി നീ ആദ്യോട് പറഞ്ഞാ പോരെ, നിന്നെ അമ്മയെന്ന് വിളിക്കല്ലെന്ന്. അവൻ കൊച്ചുകുട്ടിയല്ലേ, എപ്പോഴെങ്കിലും അഥവാ ഒന്നറിയാതെ അമ്മയെന്ന് ഇങ്ങനെ വിളിച്ചു പോയാല് പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവില്ലേന്നും പറഞ്ഞ് ശ്രുതി അങ്ങ് സ്കൂളിലെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ. എന്നാൽ മീര പറയുന്നുണ്ട്, എടി എങ്കിൽ പിന്നെ സിറ്റിയിൽ അവിടെ അടുത്തെവിടെയെങ്കിലും സ്കൂളിൽ ചേർത്താൽ പോരെ, ഇത്രയും ദൂരം വന്നിട്ട് സ്കൂളിൽ ചേർക്കണോ, നിനക്ക് കാണാനും വരാനും ഒക്കെ വളരെ പാടല്ലേന്ന് ചോദിക്കുകയാണേ. അതൊന്നും അല്ലടി, സിറ്റിയിൽ ചേർത്താൽ അതിലെങ്ങാനും നടക്കുന്നത് ആ സച്ചിയുടെയോ രേവതിയുടെ കണ്ണിൽ പെട്ടാൽ അത് വീണ്ടും പ്രശ്നത്തിലേ ആവുകയുള്ളൂ. എന്നാൽ വീണ്ടും മീര ചോദിക്കുന്നുണ്ട്, എടി ടൗണിൽ ഇത്രയധികം സ്കൂളുകളുണ്ട്, പിന്നെ ആദ്യം പഠിക്കുന്ന സ്കൂൾ മാത്രം രേവതി സച്ചി എങ്ങനെ കാണാനാണെന്ന്. എന്നാൽ ശ്രുതി അതിലെല്ലാം വെൽ പ്ലാൻഡ് ആയിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. ശ്രുതി പറയുന്നുണ്ട്, എടി ആ രേവതിക്ക് ഈ സ്കൂളുകളിലെ ഫംഗ്ഷനുകളിലൊക്കെ പൂ കൊടുക്കാൻ ഓർഡർ കിട്ടാനുണ്ട്. എന്തായാലും എൻ്റെ ഭാഗ്യക്കേടുകൊണ്ട് ആദ്യം പഠിക്കുന്ന സ്കൂളിൽ എന്തെങ്കിലും ഓർഡർ കിട്ടിയാൽ ആദ്യം കാണാനിടയായില്ലേ. അതുമല്ല സച്ചി ആണെങ്കിൽ കാർ ഓടിക്കുന്ന ആളാണല്ലോ, ഏതെങ്കിലും ഒരു കുട്ടിയെ ഡ്രോപ്പ് ചെയ്യാനോ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് സ്കൂളിൽ വന്ന സച്ചിയുടെ കണ്ണിൽ പെട്ടാലും അതൊന്നും ശരിയാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്കൂളിൽ അവനെല്ലാം അന്വേഷിച്ചിട്ടൊക്കെയാണെന്ന് പറയാനേ. എന്നാലും മീര ചോദിക്കുന്നുണ്ട്, എടി നീ സ്കൂളിനെ കുറിച്ചൊക്കെ ശരിക്കും അന്വേഷിച്ചിട്ടാണോ? അതേടി, ഞാൻ എല്ലാ കാര്യവും അന്വേഷിച്ചു. തന്നെയല്ല അമ്മയെ ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അവർക്ക് താമസിക്കാനുള്ള വീടും ഈ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ പഠിച്ചാൽ അവൻ്റെ ഭാവിയും നല്ല രീതിയിൽ നടക്കുമെന്നൊക്കെ ഇങ്ങനെ ശ്രുതിയും പറയുന്നുണ്ട്. എന്നാൽ മീര വീണ്ടും ചോദിക്കുന്നുണ്ട്, എടി ഞാനൊരു കാര്യം പറയട്ടെ, എന്നാ നിന്റെ ഐഡിയക്കായാലും എന്തായാലും എൻ്റെ ഐഡിയ ബെറ്റർ ആയിരിക്കും എന്ന് പറയണേ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ശരി, എന്നാ നിന്റെ ഐഡിയ ഒന്ന് കേൾക്കട്ടെ. അതെ, സച്ചിൻ രേവതി ഇപ്പോൾ ആദ്യം ദത്തെടുക്കുമെന്നല്ലേ പറയുന്നത്, എങ്കിൽ പിന്നെ നിനക്ക് അവനെ അങ്ങ് ദത്തെടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും മീരെ നിന്റെ ഐഡിയ ഒരിക്കലും നടക്കാൻ പോകുന്നതല്ല. ഞാനേ ആദ്യം വീട്ടിൽ ദത്തെടുത്തോണ്ട് ചെന്ന ഇനി ആ ഒരു അവസ്ഥ മാത്രമേ എനിക്ക് വരാനുള്ളൂ. സ്വന്തം മകനെ ദത്തെടുത്ത് വളർത്തേണ്ട ഒരവസ്ഥ, അത് തന്നെ ഇപ്പോഴുള്ളത് തന്നെ എനിക്ക് താങ്ങാൻ വയ്യ. അതുകൂടി ഞാൻ എങ്ങനെയാണ് സഹിക്കുക? പിന്നെ സുധിയാണെങ്കിൽ അതിന് ഒരിക്കലും സമ്മതിക്കുകയില്ല. ആൻറ്റി ആണെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴാ കുഞ്ഞുണ്ടാവുന്നതെന്ന് നോക്കി നോക്കി നൂല് കെട്ടാൻ നോക്കിയിരിക്കുക. പിന്നെ ആദിയാണെങ്കിൽ ഇപ്പൊ തന്നെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ആൻറ്റി ആണെങ്കിൽ ആദ്യം ഇങ്ങനെ അമ്മയില്ലാത്തവനും അനാഥ കുട്ടിയെന്നും ഒക്കെ വിളിക്കുമ്പോൾ ഉള്ളിൽ ഞാൻ എന്തോരം കരഞ്ഞുകൊണ്ടാ ഇരിക്കുന്നതെന്നറിയാവോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ സെന്റിമെന്റ്സ് ആവുകയാണ് കേട്ടോ. അപ്പോഴേക്കും മീര പറയുന്നുണ്ട്, ശരി ശരി, എന്നാ ആ ഐഡിയ ഒരിക്കലും വർക്കൗട്ട് ആവില്ലേ? ഇല്ല മീരെ, നീ അത് എന്തായാലും ചിന്തിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോയി ഫോമൊക്കെ മേടിക്കാന്നും പറഞ്ഞ് സ്കൂളിലെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ അവർ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഞാൻ അമ്മയോട് കാര്യങ്ങളെല്ലാം വിളിച്ചു പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണേ. എന്നാൽ മീര പറയുന്നുണ്ട്, എടി ഇത്രയധികം ക്യാഷൊക്കെ മേടിക്കുന്നതല്ലേ, ഈ സ്കൂളിൽ ഇതിനു വേണ്ടി എന്താ ഉള്ളതെന്നൊന്ന് ഞാൻ പോയി കാണട്ടെ എന്നും പറഞ്ഞിട്ട് മീര സ്കൂളൊക്കെ കാണാനായിട്ട് അങ്ങ് മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ ഫോൺ ചെയ്യുന്ന സമയത്ത് വിമലാമ്മ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ വിമലാമ്മയോട് ശ്രുതിയാണെങ്കിൽ സ്കൂള് അന്വേഷിച്ച് എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അടുത്ത മാസം ഫസ്റ്റ് തന്നെ അമ്മേനെയും ആദ്യം ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, ഇവിടെ വീടെല്ലാം റെഡിയാക്കിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. എന്നാൽ വിമലാമ്മ പറയുന്നുണ്ട്, എന്തായാലും കല്യാണി, ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഒരുപാട് ടെൻഷനായിരുന്നു, നീ ആദ്യം എൻ്റെ കാലശേഷം വിട്ട് കളയുമോന്ന് ഓർത്തെ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ എനിക്ക് അങ്ങനെ അങ്ങ് കളയാൻ പറ്റുമോ? അവനെൻ്റെ മകനല്ലേ, എന്തൊക്കെ ഞാൻ ചെയ്താലും അമ്മ എന്നെ വിട്ട് കളയോ? അതുപോലെ തന്നെയല്ലേ അമ്മേ അവനും എനിക്കെന്നിങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. എന്നാൽ വിമലാമ്മയും പറയുന്നുണ്ട്, കല്യാണി, എന്തുകൊണ്ടും നിന്റെ അടുത്ത് തന്നെ നിന്ന് വളരുന്നതാണ് അവൻ്റെ ഭാവിക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട്, ശരിയമ്മേ, അടുത്ത മാസം ഫസ്റ്റ് തന്നെ ഇങ്ങോട്ടേക്ക് വരാനുള്ളതെല്ലാം റെഡി ആയിക്കോളൂ, ആദ്യോടും ഈ കാര്യം പറഞ്ഞോളൂ എന്നും പറഞ്ഞ് ശ്രുതി അങ്ങ് ഫോൺ വെക്കുകയാണ് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് രേവതി ആണെങ്കിൽ ഹോളിൽ ഇരുന്നിങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രമതിയാണെ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഹോളിന്റെ നടുക്ക് ഒരു കട്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട്, ഇപ്പൊ തേണ്ട കുറെ പൂവും കൂടെ വാരിക്കൊണ്ട് വന്ന് വെച്ച് ഇവിടെ ആർക്കും ഒരു സ്വസ്ഥതയില്ലെന്നൊക്കെ പറഞ്ഞിങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ പിറുപിറുക്കുവാണേ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മേ, ഇപ്പോ അമ്മയ്ക്ക് നടക്കാനൊക്കെ ആവശ്യത്തിന് സ്ഥലമുണ്ടല്ലോ. ഈ സമയം രേവതിക്ക് ഒരു കോള് വരുന്നുണ്ട് കേട്ടോ. രേവതി കോൾ എടുത്തിട്ട്, ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള പൂവാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ഇപ്പം തന്നെ കൊണ്ടുവന്ന് തന്നേക്കാന്ന് പറയുകയാണേ. അങ്ങനെ രേവതി ഫോൺ വെച്ച് കഴിയുമ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താടി നീ ഇനി നാട് ചുറ്റാനായിട്ട് ഇറങ്ങുവാണോ? അല്ലമ്മേ, ഞാൻ നാട് ചുറ്റാനല്ല, എൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. പിന്നെ നീ വലിയ ഡോക്ടർ ജോലിയല്ലേ ചെയ്യുന്നത്? അമ്മേ, ഡോക്ടർ ആവണമെന്നൊന്നുമില്ല, ഏതൊരു ജോലിക്കും സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നത് അത് അധ്വാനിക്കാൻ തന്നെയാണ്. പിന്നെയാണെങ്കിലേ ഡോക്ടറുടെ കാര്യം എന്ന് വെച്ചാൽ ഡോക്ടറിനെ ചികിത്സിക്കണമെങ്കിൽ ഒരു രോഗി ഉണ്ടാവണം. എന്നാൽ എൻ്റെ കാര്യം അങ്ങനെയല്ല, നല്ല മനസ്സും നല്ല സുഗന്ധവും വരുന്ന ആർക്കും വേണമെങ്കിലും എൻ്റെ പൂ മേടിച്ച് ചൂടാന്നിങ്ങനെ രേവതി പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ, നീ സച്ചിയുടെ ഭാര്യയല്ലേ, അവനെ പോലെ നിനക്ക് നാവിച്ചിരി കൂടുതൽ കാണും, നീ അങ്ങനെ തന്നെ സംസാരിക്കുള്ളൂ എന്ന് പറയാനേ. ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. അതെ, അല്ലേലും അങ്ങനെ തന്നെയാണ്, ഭർത്താക്കന്മാരെ പോലെ തന്നെയാണ് ഭാര്യമാരും ആവേണ്ടത്. എന്തായാലും എൻ്റെ അച്ഛനെ വെച്ച് നോക്കുമ്പോൾ അത് എന്തോ ശരിയായി വന്നില്ല. അച്ഛന് എന്ത് സമാധാനവും ക്ഷമയുള്ള ആളാണ്, എന്നാൽ നിങ്ങൾ അങ്ങനെയല്ലല്ലോ എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട്. പിന്നെ ചന്ദ്രമതി പറയുന്നുണ്ട്, എനിക്ക് നിന്നോടൊന്ന് സംസാരിച്ച് നിൽക്കാനായിട്ട് സമയമില്ല, എനിക്ക് ഡാൻസ് ക്ലാസ്സിന് പോകണം. രേവതി, എനിക്കുള്ള ഭക്ഷണം കൃത്യസമയത്ത് തന്നെ എത്തിച്ചേക്കണമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങ് പോവാൻ തുടങ്ങാണേ. രേവതി പറയുന്നുണ്ട്, ആ അമ്മേ, ഞാൻ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കാന്നേ, അതൊന്നും പറ്റില്ല, കൃത്യം 1 മണിയാവുമ്പോൾ എനിക്ക് ഡാൻസ് ക്ലാസ്സിൽ ഭക്ഷണം എത്തിച്ചേക്കണമെന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. അമ്മേ, എനിക്ക് പൂ കൊടുക്കാൻ പോണമല്ലോ, അതൊന്നും എനിക്കറിയില്ല, എനിക്ക് വിശന്നിരിക്കാൻ പറ്റില്ല, സമയമാകുമ്പോൾ എനിക്ക് ഭക്ഷണം അവിടെ എത്തണം, പിന്നെ എനിക്ക് മാത്രം പോരാ, ഭാമിക്കും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങ് പോവാൻ തുടങ്ങുകയാണ്. എന്നാ സച്ചി പറയുന്നുണ്ട്, എന്തായാലും രേവതി, അത് നീ കൃത്യമായിട്ട് ചെയ്യണം. പിന്നെ ഒരു കാര്യം, ആ ഭക്ഷണം അവിടെ എത്തിക്കുന്നതിന് ശമ്പളം എത്രയാണെന്നും കൂടി ഫിക്സ് ചെയ്തോളാൻ പറയുന്നുണ്ട്. ഇത് കേട്ട് ചന്ദ്രമതി തിരിഞ്ഞെന്ന് വെച്ചിട്ട്, എന്താ ശമ്പളോ? ആ അതെ, അവളുടെ ജോലിയും കളഞ്ഞിട്ടാണല്ലോ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവരുന്നത്, അപ്പോൾ അവൾക്ക് ശമ്പളം കൊടുക്കണമല്ലോ എന്ന് പറയണേ. ആഹാ, കൊള്ളാവല്ലോടാ, നീയൊക്കെ ഈ വീട്ടില് അവള് തന്നെയല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നത്, അപ്പൊ പിന്നെ അവള് ഭക്ഷണം കൊണ്ട് തന്നാ എന്താ കുഴപ്പം? അതെ, അത് തന്നെയാണ് പ്രശ്നം എന്ന് സച്ചി പറയുന്നുണ്ട്. അതെ, അവള് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, കൂടാതെ അവളുടെ ജോലിയും ചെയ്യുന്നുണ്ട്, അവളിവിടെ വീട്ടിൽ പൈസയും തരുന്നുണ്ട്, എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് കൊണ്ടുതരണോ? ഇവിടെ മറ്റാരും ഇല്ലേ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുതരാനെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ, ഒരമ്മായി അമ്മയ്ക്ക് മരുമകൾ ഭക്ഷണം കൊണ്ടുതരുന്നത് അത്രയ്ക്ക് വലിയ കാര്യമാണോ? ഇത് കേട്ടിട്ട് സച്ചിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചങ്കത്തിങ്ങനെ കൈവച്ചിട്ട് അയ്യോ എന്ന് വെക്കുകയാണ്. ഇത് കാണുമ്പോൾ രേവതി അങ്ങ് ചിരിക്കുന്നുണ്ട് കേട്ടോ. ഓ, ഇപ്പോൾ അമ്മായിയമ്മ മരുമകളുടെ സ്നേഹം ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ സച്ചി പറയുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, എന്താടി നിനക്ക് എനിക്ക് ഭക്ഷണം തരാതെ എന്നിട്ട് കൊല്ലണമെന്നാണോ? എന്നാൽ അതിനും മറുപടി സച്ചിയാട്ടോ പറയുന്നത്.
അതെ, നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടെന്ന് ആരാ പറഞ്ഞത്? നിങ്ങൾ ഭാമ ആന്റിയുടെ വീട്ടിലേക്കല്ലേ പോന്ന? അവിടെ നിങ്ങൾ രണ്ടുപേരും കൂടി ഭക്ഷണം അങ്ങ് ഉണ്ടാക്കി തിന്നോളാൻ പറയുകയാണേ. ചന്ദ്രമതി അപ്പോൾ പറയുന്നുണ്ട്, അതെ എടാ, ഞാൻ അവിടെ പോയി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ പോയൊരു കല പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയെന്നാണ്. അതെ, കലയെന്ന് പറയുന്നതേ ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒരു കല തന്നെയാണ്. എന്റെ ഭാര്യ അത് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താ ചെയ്താലെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് രവി വരുന്നുണ്ട് കേട്ടോ. എന്താ രാവിലെ ഇവിടെ ഒരു ഒച്ചയും ബഹളവും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുമ്പോ ചന്ദ്രമതി പറയുന്നുണ്ട്, ദേ രവിയേട്ടാ, നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? ഇവർക്ക് രണ്ടുപേർക്കും എന്നോട് ഒരു ഇച്ചിരിയെങ്കിലും സ്നേഹമുണ്ടോ? രവി അപ്പൊ ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? അതെ രവിയേട്ടാ, എനിക്ക് ഭക്ഷണം കൊണ്ടുതരാൻ ഇവളോട് പറഞ്ഞപ്പോ ഇവൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ബഹളം വെക്കാന്നേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇവിടെ ആരും ബഹളം വെച്ചില്ല. രേവതിക്ക് രേവതിയുടെ ജോലി ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ഭക്ഷണം കൊണ്ടുതരില്ല എന്ന് പറഞ്ഞതെന്ന് പറയുമ്പോ രവി പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ ചന്ദ്രേ, രേവതിക്കും രേവതിയുടെ ജോലി ചെയ്യണ്ടേ? അപ്പോ രേവതി പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഇപ്പൊ തന്നെ ഭക്ഷണം പൊതിഞ്ഞു കെട്ടി തരാന്നേ. എന്നാ ഇതൊന്നും ചന്ദ്രമതി സമ്മതിക്കുന്നില്ല കേട്ടോ. അതെ, ഞാൻ അവിടെ ഭരതനാട്യം പഠിപ്പിച്ച് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ തണുത്ത ആഹാരം കഴിക്കണം, ഇവൾ ഇവിടെ ഇരുന്ന് വെറുതെ പൂ കെട്ടിക്കൊണ്ടിരുന്ന് ചൂട് ഭക്ഷണം കഴിക്കണം അല്ലേ? എന്തായാലും അതൊന്നും നടക്കില്ല, എനിക്ക് ചൂട് ഭക്ഷണം തന്നെ വേണമെന്ന് ചന്ദ്രമതി വാശി പിടിക്കുന്നുണ്ട്. അതിനും സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെ, നിങ്ങൾക്ക് ചൂട് ഭക്ഷണം വേണമെങ്കിൽ ചന്ദ്രാന്റിയുടെ വീട്ടിൽ നിന്ന് ചൂടാക്കി കഴിച്ചാൽ പോരെന്നെ, അതൊന്നും എൻ്റെ ശരീരത്തിന് ശരിയാവില്ല. എനിക്ക് ചൂട് ഭക്ഷണം കൃത്യസമയത്ത് തന്നെ കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ വാശി പിടിക്കുകയാണേ. എന്നാ രവി പറയുന്നുണ്ട്, ഇപ്പൊ നിനക്ക് ചൂട് ഭക്ഷണം വേണമെന്നല്ലേ? ഞാൻ ഇവിടെ ചുമ്മാതിരിക്കുമല്ലേ, ഞാൻ കൃത്യസമയത്ത് ഭക്ഷണം അങ്ങ് എത്തിച്ചോളാന്ന് പറയുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, അയ്യോ അച്ഛാ, ഉച്ച സമയത്ത് നല്ല വെയിലായിരിക്കും, അച്ഛന് അതൊന്നും പറ്റില്ലല്ലോ, വെയിലൊന്നും കൊള്ളണ്ട. തന്നെയല്ല അച്ഛൻ വെറുതെ പോകുമ്പോൾ ഓട്ടോയ്ക്ക് കാശ് കൊടുക്കണ്ടേ? ഞാനാണെങ്കിൽ പോകുന്ന സമയത്ത് സ്കൂട്ടിയിൽ എത്തിച്ചോളാന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ. ഇല്ല മോളെ, മോളുടെ ജോലി കളഞ്ഞിട്ട് വേണമല്ലോ പോവാന്, മോള് പൂ കെട്ടി മോളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ, അത് ഞാൻ എത്തിച്ചോളാന്ന് രവി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്രമതി ഇതിൽ ഏറ്റു പിടിച്ചിട്ട് പറയുന്നുണ്ട്, കണ്ടോടി നിനക്ക് സമാധാനമായല്ലോ, ഇവിടെ വയ്യാതിരിക്കുന്ന ആ മനുഷ്യൻ വെയിലത്ത് അവിടെ എത്തിക്കണം, അതല്ലേ നീ ആഗ്രഹിച്ചതെന്നിങ്ങനെ രേവതിയുടെ നേരെ ചാടുകയാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ദേ നിങ്ങൾ ആവശ്യമില്ലാതെ അവളുടെ നേരെ ഒച്ച വയ്ക്കണ്ട, നിങ്ങളല്ലേ ഇപ്പോൾ ചൂട് ഭക്ഷണം വേണമെന്നും പറഞ്ഞിട്ട് പറഞ്ഞത്, ഇപ്പോൾ ഭർത്താവിനോട് എന്ത് സ്നേഹമെന്നും പറഞ്ഞിട്ട് രവിയെ നോക്കുകയാണേ. അപ്പൊ രവി പറയുന്നുണ്ട്, അതേടാ അവക്കെന്തോ പെട്ടെന്ന് വന്ന സ്നേഹമെന്നും പറഞ്ഞിട്ട് രണ്ടുപേരൂടെ ചിരിക്കുക കേട്ടോ. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, അതൊന്നുമല്ല, എന്തായാലും ഇവളുടെ ആഗ്രഹം അങ്ങ് നടന്നല്ലോന്നേ. സച്ചി പറയുന്നുണ്ട്, അച്ഛാ അതൊന്നുമല്ല ഇപ്പൊ കാര്യം, രേവതി ഇവിടെ ചുമ്മാതിരിക്കാൻ പാടില്ല, രേവതിയെ കൊണ്ട് പണിയെടുപ്പിക്കണം, ആ ഒറ്റ ഉദ്ദേശത്തിലാണ് ഇവരാവശ്യമില്ലാത്ത വാശി പിടിക്കുന്നതെന്ന് പറയാനേ. എന്താ ശരിയല്ലേന്ന് ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ ചന്ദ്രമതിക്ക് മറുപടി ഒന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചന്ദ്രമതി വീണ്ടും രേവതിയുടെ നേരെ വെച്ചിടുകയാണ് കേട്ടോ. അതെ, നിനക്കിപ്പോ സമാധാനമായില്ലേടി, ഈ വയ്യാത്ത മനുഷ്യനെ ഉച്ച വെയിലത്ത് നടത്തിക്കണം, അതിനു വേണ്ടിയിട്ടല്ലേ രവിയേട്ടാ നിങ്ങൾ ഈ മരുമകളെ തേടി പിടിച്ചു കൊണ്ടുവന്നത്, നിങ്ങളെ ഒരിടത്ത് ഇരുത്തുമെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും നീ കാലുമേ കാല് കയറ്റി വെച്ചിരുന്നിട്ടേ അമ്മായിയപ്പനെ കൊണ്ട് പണിയെടുപ്പിക്കരുതെന്ന് പറയാണേ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, അച്ഛൻ വെയിലത്തൊന്നും പോണ്ട, ഞാൻ തന്നെ ഭക്ഷണം കൊണ്ട് എത്തിച്ചോളാവേ എന്ന് പറയാണേ. അപ്പോഴേക്ക് അതെന്തായാലും അങ്ങനെ തന്നെ വാ, എനിക്ക് മാത്രം പോരാ ഭാമയ്ക്കും വേണമെന്നും പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്നങ്ങ് പോവാണേ. അങ്ങനെ പോയി കഴിയുമ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, കണ്ടില്ലേച്ചാ അവരെന്തു പറഞ്ഞാലും അതിന് തലയാട്ടി സമ്മതം മൂളി ഇവള് നിന്നോളും, അതിന് അവരിവളുടെ തലയിൽ മുളകരച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ടേ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, ഞാൻ കൊണ്ട് കൊടുത്തോളാടാ, രേവതി മോൾക്ക് ഇപ്പൊ ഇവിടെ ഒരുപാട് ജോലി ഉണ്ടല്ലോ എന്ന്. എന്നാൽ രേവതി പറയുന്നുണ്ട്, അച്ഛൻ വെയിലൊന്നും കൊള്ളണ്ട, ഞാൻ അങ്ങ് കൊടുത്തോളാന്നും പറഞ്ഞിട്ട് സച്ചിയേട്ടനൊന്നും മിണ്ടാതിരിക്കെന്നും പറഞ്ഞ് വീണ്ടും പോയി പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണേ. ഇതെല്ലാം കേട്ടുകൊണ്ട് വർഷ വരുന്നുണ്ട് കേട്ടോ. വർഷ വന്നിട്ട് രവിയോട് പറയുന്നുണ്ട്, അച്ഛാ ഈ ആന്റിയെ എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്, ഇവർക്ക് ഓരോ ദിവസം ഓരോരോ സ്വഭാവങ്ങളാണല്ലോ. എന്തായാലും ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിട്ടല്ലേ ഭക്ഷണം കഴിക്കുന്നത്, പിന്നെ ആന്റിക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചാൽ എന്താ? അത് തന്നെയാ മോളെ എനിക്ക് മനസ്സിലാവാത്തത്, ഇത്രയും വർഷമായിട്ട് എനിക്ക് തന്നെ അവളുടെ സ്വഭാവം മനസ്സിലായിട്ടില്ല. എന്തായാലും എന്നെക്കാളും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാനേ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അതെന്താ വെച്ചാ അങ്ങനെ പറഞ്ഞത്? അതേ മോളെ, അവളുടെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ
അവളുടെ മുമ്പിൽ നിങ്ങൾ നല്ലതായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ, അത് കണ്ട് നിങ്ങൾ രണ്ടും പിണക്കത്തിലാണെന്ന് കരുതി അവളങ്ങ് സന്തോഷിച്ച് നടക്കുക. എന്നാൽ അവളില്ലാത്തപ്പോൾ നിങ്ങളിങ്ങനെ സ്നേഹിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുകയാണേ. അപ്പോഴേക്ക് വർഷ പറയുന്നുണ്ട്, എന്തായാലും ഇത് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് ഞങ്ങള്. എന്തായാലും ആൻറ്റി ഓർക്കുമ്പോൾ എനിക്ക് വിഷമവും തോന്നുന്നുണ്ടെന്ന് പറയണേ. എന്നാൽ രേവതി പറയുന്നുണ്ട്, അച്ഛാ എന്നാൽ എനിക്ക് ഓരോ ദിവസവും നല്ല ടെൻഷനാണുള്ളത്. എന്നാ ആൻറ്റി ഇതൊക്കെ അറിഞ്ഞ് വലിയ പ്രശ്നം, അമ്മ ഇതൊക്കെ അറിഞ്ഞ് വലിയ പ്രശ്നമാവുന്നതെന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, ചേച്ചി അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ഉടനെ ഇങ്ങും ഇത് ആൻറ്റി അറിയാൻ പോകുന്നില്ല, പിന്നെ അതറിഞ്ഞാൽ തന്നെ നമുക്കത് അന്നേരം മാനേജ് ചെയ്യാമെന്ന് പറയുകയാണേ. അങ്ങനെ ചേച്ചി എനിക്ക് ആ തോരൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു, കുറച്ചുകൂടി ഇടെന്നും പറഞ്ഞിട്ട് വർഷ രേവതിയോടും ഫുഡ് മേടിച്ചിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. ഈ സമയം രേവതി പറയുന്നുണ്ട്, വർഷേ നിനക്ക് ഈ തോരൻ ഒരുപാട് ഇഷ്ടപ്പെട്ടോ? ചേച്ചി എനിക്ക് നോൺ വെജ് ആണ് കൂടുതൽ ഇഷ്ടം, എന്നാൽ രേവതി ചേച്ചി ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് ഇഷ്ടമാണ് ഞാൻ ഇനി ഒരുപാട് ഉണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും സ്നേഹത്തോടു കൂടി സംസാരിക്കുകയാണേ. ഈ സമയം രവി ആണെങ്കിൽ ചന്ദ്രേ ബാ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ രണ്ടുപേരുടെയും റിയാക്ഷനൊക്കെ പെട്ടെന്ന് അങ്ങ് മാറുകയാണ് കേട്ടോ. അപ്പോഴേക്ക് വർഷ പറയുന്നുണ്ട്, ഇതെന്താ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചാൽ മതി, എല്ലാവർക്കും വേണ്ടിയത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇതൊക്കെ എനിക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുകയാണ്. ഇത് കാണുമ്പോൾ രവിക്ക് അങ്ങ് ചിരിയും വരുന്നുണ്ട്. എന്നിട്ട് വർഷ നോക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി എത്തിയോന്ന്. അങ്കിളല്ലേ പറഞ്ഞത് ആൻറ്റി വന്നോന്ന്? അതെ, നിങ്ങളെ ഞാനൊന്ന് പറ്റിച്ചതാ, അവള് വന്നില്ല എന്ന് പറയണേ. ആഹാ, അച്ഛൻ ഞങ്ങളെ പ്രാങ്ക് ചെയ്യുമായിരുന്നോ? പിന്നെ എൻ്റെ ഭാര്യനെ നിങ്ങൾ രണ്ടുപേരും കൂടി പറ്റിച്ചുകൊണ്ടിരിക്കല്ലേ, എന്താ എനിക്ക് നിങ്ങളെ പറ്റിക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചിട്ട് രവി അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, എന്തായാലും ചന്ദ്രയെന്നുള്ള സൗണ്ട് കേട്ടപ്പോൾ തന്നെ രണ്ടുപേരുടെയും ഭാവവും മാറ്റങ്ങളും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും നോക്കി ഇങ്ങനെ രവി ചിരിക്കുന്നുണ്ട്. രേവതി അപ്പോൾ പറയുന്നുണ്ട്, അച്ഛൻ എന്തായാലും ഇങ്ങനെ പറ്റിക്കുമെന്ന് ഞാൻ കരുതിയില്ലാന്നേ. രവി പറയുന്നുണ്ട്, എന്തായാലും ഒരു സൈറൻ കേൾക്കാൻ നിൽക്കുന്നത് പോലെ മത്സരത്തിന് നിൽക്കുന്ന പോലാണല്ലോ രണ്ടുപേരും റെഡിയായി നിൽക്കുന്നത്. ചന്ദ്രയെ എന്ന് കേൾക്കുമ്പോൾ രണ്ടുപേരും അവിടെ അങ്ങ് ആക്ട് ചെയ്ത് തുടങ്ങുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷമായിട്ട് രവി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളുടെ കോമഡിയൊക്കെ കാണാൻ നല്ല രസമുണ്ട്, ചന്ദ്ര ഇതറിഞ്ഞു കഴിയുമ്പോൾ എല്ലാവരെയും കൂടി എന്നാ അവള് കോമഡി ആക്കുക എന്നറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, അച്ഛാ സമയം ഒരുപാടായില്ലേ, ഞാനെന്നാ താമസിക്കാതെ തന്നെ അമ്മയ്ക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ അമ്മ എന്നെ ചീത്ത വിളിക്കുമെന്നും പറഞ്ഞിട്ട് രേവതി ചന്ദ്രമതിക്കുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് അങ്ങ് ഇറങ്ങുകയാണേ. ആ ശരി മോളെ, സൂക്ഷിച്ചു പോണേന്ന് ഇങ്ങനെ രവി പറയുന്നുണ്ട്. രേവതി പോവാൻ ഇറങ്ങുന്ന സമയത്ത്, വർഷേ നിനക്കുള്ള ജ്യൂസ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അതെടുത്ത് കുടിച്ചോണേന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ശരി ചേച്ചി, ഞാൻ നോക്കിക്കോളാന്ന് വർഷയും പറയുന്നുണ്ട്. അങ്ങനെ രേവതി പോയി കഴിയുമ്പോൾ വർഷ രവിയോട് പറയുന്നുണ്ട്, അങ്കിൾ രേവതി ചേച്ചി നമ്മളെ എത്ര കെയറിങ് ആയിട്ടാണ് എല്ലാവരെയും നോക്കുന്നത്, പിന്നെ എന്തിനാണ് ആൻറ്റി എപ്പോഴും രേവതി ചേച്ചീനെ വഴക്ക് പറയുന്നതേ? അത് വർഷേ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളാണല്ലോ രേവതി, അതുകൊണ്ടാണ്. അങ്കിൾ ഒരു കാര്യം പറഞ്ഞ തെറ്റിദ്ധരിക്കല്ലേ. എന്താ വർഷേ, നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ. അങ്കിൾ രേവതി ചേച്ചിയോട് കാണിക്കുന്നത് പോലെ എങ്ങാണോ എന്നോടെന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും തിരിച്ചൊരെണ്ണം കൊടുത്തിട്ടല്ലാതെ മിണ്ടാതെ ഇരിക്കില്ല. എന്തായാലും എനിക്ക് ഇത്രയും ക്ഷമയൊന്നും കിട്ടില്ല എന്നിങ്ങനെ വർഷ പറയുന്നുണ്ട്. എന്നാൽ രവി പറയുന്നുണ്ട്, അത് തന്നെയാ മോളെ, രേവതി ഇങ്ങനെ ആയതുകൊണ്ടാണ് രേവതിയെ പരമാവധി അവളിട്ടിങ്ങനെ ചവിട്ടി താഴ്ത്തുന്നതെന്ന് ഇങ്ങനെ രവിയും പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാന്നിങ്ങനെ ദീർഘനിശ്വാസമൊക്കെ വിടുന്നുണ്ട്. അങ്ങനെ രേവതിയാണെങ്കിൽ ചന്ദ്രമതിക്കുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് പോകുന്ന വഴിയിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെരുപ്പും കൊടയൊക്കെ തയ്ക്കുന്ന ഒരു അച്ഛനും അമ്മയുണ്ട് കേട്ടോ, നല്ല പ്രായമായിട്ടുള്ള. അവരൊരു ചെറിയ കട പോലെ അവിടെ ഒരു ഷീറ്റ് ഇങ്ങനെ മറിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രേവതി പോകുന്ന സമയത്ത് അവരുടെ ആ ഭാര്യ ഉണ്ടല്ലോ, ആ അമ്മയാണെങ്കിൽ തലകറങ്ങി ഇങ്ങനെ വീണ് കിടക്കുകയാണ്. ആ അച്ഛന് ഇരുന്ന് എഴുന്നേക്കുന്ന ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും എന്തോ ഒരു പന്തികേട് കണ്ട് രേവതി അവരുടെ അടുത്ത് വണ്ടിയും കൊണ്ട് പെട്ടെന്ന് തന്നെ ചെല്ലുകയാണ് കേട്ടോ. നിർത്തിയിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യയാണ്, അവൾക്ക് വിശന്നിട്ട് അവൾ മയങ്ങി വീണിരിക്കുകയാണ്, 2-3 ദിവസമായിട്ട് ജോലി ചെയ്യാനായിട്ടുള്ള ഒന്നും കിട്ടിയില്ല, ഭക്ഷണം വാങ്ങിക്കാൻ എൻ്റെ കയ്യിൽ പൈസയും ഇല്ല,
എന്തായാലും ഞാൻ കുറച്ചൊക്കെ വിശപ്പ് സഹിക്കും, എന്നാൽ ഇവൾക്കത് കഴിയില്ലല്ലോ, എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞ് അദ്ദേഹവും വിഷമിച്ചുകൊണ്ട് ഭാര്യ ഇങ്ങനെ വെള്ളമൊക്കെ തളിച്ച് വിളിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ രേവതിക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട്. അങ്ങനെ രേവതി പെട്ടെന്ന് തന്നെ ചന്ദ്രമതിക്ക് കൊണ്ടുപോകാനായിട്ട് ഭക്ഷണം വണ്ടിയിലുണ്ടല്ലോ, അത് എടുത്തുകൊണ്ട് പോയിട്ട് ആ അമ്മയെ വിളിച്ച് എഴുന്നേപ്പിച്ച് രണ്ടുപേർക്കും കൂടി ആ ഭക്ഷണം അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. എന്നാൽ ആ വയസ്സായ ആള് പറയുന്നുണ്ട്, മോളെ നീ ആർക്കോ വേണ്ടി ഭക്ഷണം കൊണ്ടുപോവാണ്, എന്തായാലും അത് വേണ്ട. ഇല്ല സാരമില്ല, നിങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്നവരല്ലേ, ഒരു ദിവസം പൈസ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാവും. അമ്മയെ വിളിച്ച് എഴുന്നേപ്പിച്ച് നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കെന്നും പറഞ്ഞ് രേവതി അവരെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും അമ്മയാണെങ്കിൽ എഴുന്നേറ്റിരുന്ന് പറയുന്നുണ്ട്, മോളെ എന്തായാലും മോളെ ഇപ്പോൾ ദൈവത്തെ പോലെ ദൈവമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടെത്തിച്ചതാണെന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ പുകഴ്ത്തിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രേവതിയാണെങ്കിൽ പോവാൻ നേരത്ത് അവർക്ക് പേഴ്സിനകത്തുനിന്ന് പൈസ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നാളെ എന്നും ഇതിലെയാണ് വരുന്നത്, നിങ്ങൾക്കുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് വരാം, വൈകിട്ടത്തേക്കിന് എന്തെങ്കിലും ഭക്ഷണം വാങ്ങി കഴിക്കണമെന്നും പറഞ്ഞിട്ട് പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അവർ പൈസ വാങ്ങിക്കാനൊന്നും തയ്യാറാവുന്നില്ലെങ്കിലും രേവതി സ്വന്തം മകള് തരുന്നതാണെന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അവരെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും മനസ്സറിഞ്ഞ് നിന്റെ വംശവും നിന്റെ കുടുംബവും എല്ലാം നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അനുഗ്രഹിക്കുന്നൊക്കെ ഉണ്ട്. ഈ സമയം കുറേ സമയമായിട്ടും 1 മണിയാകാറായിട്ടുണ്ട്. രേവതിയെ കാണാത്തതുകൊണ്ട് തന്നെ ചന്ദ്രമതി വിളിക്കുന്നുണ്ട് കേട്ടോ. എവിടാടി, ഇതുവരെ നിനക്ക് ഭക്ഷണം കൊണ്ട് തരാറായില്ലേ? ദേ അമ്മേ ഇപ്പൊ വരാമെന്നും പറഞ്ഞിട്ട് രേവതി കട്ടിയാണേ. അയ്യോ ഇനി അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ എന്ത് ചെയ്യുമെന്നും പറഞ്ഞിട്ട് രേവതി പെട്ടെന്ന് തന്നെ ഹോട്ടലിൽ പോയി പാഴ്സൽ വാങ്ങിക്കൊണ്ടാണ് കേട്ടോ ചന്ദ്രമതിക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ രേവതിയെ കാണുമ്പോൾ തന്നെ ഭാമ പറയുന്നുണ്ട്, ചന്ദ്രൻ ദേ രേവതി എത്തി, ഡാൻസ് പിന്നീട് ബ്രേക്കിന് ശേഷം നടത്താമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണേ. ഇപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, 1 മണിക്ക് ഭക്ഷണം എത്തിക്കാൻ പറഞ്ഞതാണ്, ഇപ്പോൾ ദേ സമയം 1:30 എന്നും പറഞ്ഞിട്ട് രേവതിയുടെ നേരെ ദേഷ്യപ്പെടുക. അമ്മേ ട്രാഫിക് ആയതുകൊണ്ടാണ് ഞാൻ താമസിച്ചെന്ന് ഇങ്ങനെ രേവതി പറയുന്നുണ്ട്. അതെ എന്നാൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പിത്താന്ന് പറയണേ. അമ്മേ നിങ്ങൾ ഭക്ഷണം വിളമ്പി കഴിച്ചോ, എനിക്ക് പൂ കൊടുക്കാൻ പോകണമെന്നും പറഞ്ഞിട്ട് തിരക്ക് പിടിക്കുകയാണേ. പിന്നെ നിന്റെ ഒരു വലിയ ജോലി, പോയി പ്ലേറ്റ് എടുത്തോണ്ട് വാടിയെന്നും പറഞ്ഞിട്ട് രേവതിയോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എന്നാൽ ഭാമ പറയുന്നുണ്ട്, ചന്ദ്രൻ നമുക്ക് ഭക്ഷണം കഴിക്കാം, വിളമ്പി കഴിക്കാമല്ലോ, രേവതിയുടെ ജോലി ഉണ്ടല്ലോ, പൊക്കോട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിലും ചന്ദ്രമതി അതൊന്നും കൂട്ടാക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു മുഖം വല്ലാതെ വെച്ചിട്ട് തന്നെ ദേഷ്യത്തോടു കൂടി തന്നെ രേവതി പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന ബിരിയാണി രേവതി ആണെങ്കിൽ 2 പ്ലേറ്റിലാക്കി വിളമ്പിക്കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഇന്നെന്താടി വീട്ടിൽ ബിരിയാണിയാണ് വെച്ചേന്നേ? അല്ലമ്മേ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. ഓ നീ ഇപ്പൊ എന്താടി ഒരുപാട് സമ്പാദിക്കാനൊക്കെ തുടങ്ങിയോ? നീ ഡെയിലി ബിരിയാണിയാണോ കഴിക്കുന്നതെന്ന് ചോദിക്കാനേ. അമ്മേ ഞാൻ ഇതുവരെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, ഞാൻ പൂ കൊടുക്കാൻ പോയപ്പോൾ അല്പം ലേറ്റായി, അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയെന്ന് പറയുമ്പോൾ ചന്ദ്രമതി വീണ്ടും ഓരോരോ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കുകയാണ് കേട്ടോ. എന്നാൽ ഭാമ പറയുന്നുണ്ട്, ചന്ദ്രൻ എന്തായാലും ഞാൻ ഇന്നലെ കൂടി ബിരിയാണി കഴിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ, അവള് സമയം പോയിട്ടാണെങ്കിലും നമുക്ക് ഭക്ഷണം വാങ്ങിക്കൊണ്ട് വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ കഴിക്കാൻ തുടങ്ങുകയാണേ. ഭാമ പറയുന്നുണ്ട്, രേവതി നീ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, നീയും കൂടി വന്നേ. ഇല്ല ആൻറ്റി എനിക്ക് പോകണം, ധൃതി ഉണ്ടെന്നും പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ പിന്നീടായിട്ട് രേവതിയാണെങ്കിൽ പൂവൊക്കെ കൊടുത്തിട്ട് വൈകിട്ട് വരുന്ന സമയത്ത് തന്നെ ചന്ദ്രമതി നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ബിരിയാണി കഴിച്ചത് ചന്ദ്രമതിക്ക് ഫുഡ് പോയിസൺ പോലെ ആയിട്ടുണ്ട്, നെഞ്ചരിച്ചിലും വയറിന് സുഖമില്ലായ്മയൊക്കെയാണ് കേട്ടോ. അങ്ങനെ വലിയ പ്രശ്നമായിട്ട് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും രേവതി വരുമ്പോഴേക്കും എന്താമ്മേ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണേ. അതെ നീ ഏത് കടയിൽ നാടി വല്ല റോഡ് സൈഡിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ബിരിയാണിയാണോ എന്നെ കൊണ്ട് തീറ്റിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഹൂ ഒക്കെ വെക്കുകയാണേ. അപ്പോഴേക്കും അമ്മേ ഞാൻ നല്ല കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞ് രേവതി അങ്ങ് കയറി പോവാണേ. ഈ സമയം സച്ചി വരുന്നുണ്ട്. ആ ഏമ്പൊക്കെ വിടുന്നുണ്ടല്ലോ, എന്തോ നന്നായിട്ട് തട്ടിയും മട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. ദേ രേവതി അവനോട് വാ അടച്ച് ചുമ്മാതിരുന്നോളാൻ പറ, അല്ലെങ്കിൽ തന്നെ ഞാൻ നല്ല നെഞ്ചെരിച്ചിലുമായിട്ടാണ് ഇരിക്കുന്നത്, എൻ്റെ എരിച്ചിൽ കൂട്ടാതെ പോവാൻ പറയുന്നു പറഞ്ഞിട്ട് ചന്ദ്രമതി ഇരുന്നങ്ങ് വിയർക്കുകയൊക്കെയാണ്. ഈ സമയം രവി പറയുന്നുണ്ട്, എന്തിനാ ചന്ദ്രേ നീ ആവശ്യമില്ലാതെ ബിരിയാണിയൊക്കെ വാങ്ങി കഴിച്ചത്?
രേവതി മോള് നിനക്ക് വേണ്ടി വീട്ടിൽ വെച്ച് നല്ല അവിയലും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി നല്ല ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് വന്നതാണല്ലോ എന്ന് ചോദിക്കുകയാണേ. ഇത് കേട്ടിട്ട് സച്ചിയും പറയുന്നുണ്ട്, ആ നിങ്ങൾ അവളോട് വലിയ ഓർഡറൊക്കെ ഇട്ടിട്ടല്ലേ പോയത്, അവള് രാവിലെ തന്നെ തിരക്ക് പിടിച്ച് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് കൊണ്ട് തന്നില്ലേ എന്ന് ചോദിക്കുകയാണേ. രവി അപ്പൊ പറയുന്നുണ്ട്, അതെ അവളോടുള്ള ദേഷ്യം കൊണ്ട് നീ അത് കഴിക്കാതെ കടയിൽ നിന്ന് പോയി ബിരിയാണി വാങ്ങിച്ച് കഴിച്ചില്ലേ എന്നൊക്കെ രവിയും പറയുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതിക്കാണെങ്കിൽ ആകെ ക്ഷീണിച്ചിട്ട് പറയുന്നുണ്ട്, ദേ രവിയേട്ട നിങ്ങൾ എന്നെ ഒന്ന് സംസാരിക്കാൻ വിടുന്നുണ്ടോ? നിങ്ങൾ എന്താ പറയുന്നത്? ദേ ഈ പൂ കെട്ടുന്നവള് തന്നെയാണ് എനിക്ക് ബിരിയാണി വാങ്ങിക്കൊണ്ട് തന്നേന്ന് പറയാനേ. ഇത് കേൾക്കുമ്പോൾ സച്ചിയും രവിയും അങ്ങ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണേ. എന്താ രേവതി, നീ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോയതല്ലേ, എന്നിട്ടിപ്പോ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോഴേക്ക് ചന്ദ്രമതിയും ചോദിക്കുന്നുണ്ട്, ആഹാ എനിക്ക് ഇവള് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വന്നെന്നല്ലേ പറഞ്ഞത്, പിന്നെ അതെന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും രേവതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ശ്രുതി അപ്പൊ പറയുന്നുണ്ട്, ഓഹോ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ട് നീ അതെന്ത് ചെയ്തു? ആന്റിക്ക് കടയിൽ നിന്ന് വാങ്ങിക്കൊടുത്തിട്ടല്ലേ ആന്റിക്ക് ഇപ്പൊ ഇങ്ങനെ ഫുഡ് പോയിസൺ ഒക്കെ ആയിന്നേ. എന്നാ ഇത് കേട്ടിട്ട് ചന്ദ്രമതി അങ്ങ് പറയാണ് കേട്ടോ, ഓ എടി നീ എന്താടി എനിക്ക് ബിരിയാണിയിൽ കലക്കി തന്നത്, സത്യം പറയടി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിയും വായിൽ വന്നതൊക്കെ രേവതിനെ പറയുന്നുണ്ട്. ശ്രുതി വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്തിയെ രേവതി, നീ രാവിലെ ഇവിടുന്ന് ആന്റിക്ക് കൊണ്ടുപോയ ഭക്ഷണം എന്തിയെന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ഉത്തരം പറയാതെ ഇങ്ങനെ രേവതി ഇങ്ങനെ പരിങ്ങി നിൽക്കുകയാണ്. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ വേറെ എവിടെ കൊണ്ടുപോകാന്, പോയ വഴിക്ക് ഇവളുടെ അമ്മയും അനിയത്തെയും കണ്ടു കാണും, എന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ആ ഭക്ഷണം അങ്ങ് കഴിച്ച് തീർത്ത് കാണുമെന്നേ. എന്നാൽ രവി പറയുന്നുണ്ട്, ചന്ദ്രേ നീ കാര്യം അറിയാതെ വെറുതെ സംസാരിക്കണ്ടാന്നേ. എന്നാൽ ശ്രുതി വീണ്ടും അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, പിന്നെ ഇത് വലിയ രാജ കുടുംബമല്ലേ, ഇവിടെ നിന്ന് ഞാൻ വലിയ പൊതിച്ചോറൊക്കെ കെട്ടിക്കൊണ്ടു പോയിട്ട് എൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാനായിട്ട് അത്ര ഗതികേടൊന്നും എൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കും ഇപ്പൊ ഇല്ലാന്ന് പറയുന്നുണ്ടേ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, പിന്നെ രാവിലെ പിന്നെ നീ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഭക്ഷണം എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയം സച്ചി വന്നിട്ട് രേവതി ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ. രേവതി എന്താ സംഭവിച്ചേ, നീ ഭക്ഷണം കൊണ്ടുപോയപ്പോ വണ്ടി വല്ലതും മറിഞ്ഞു പോയോ, നിന്റെ കൈക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നോക്കുകയാണേ. ഏയ് ഒന്നുമില്ല സച്ചിയേട്ടാ, എനിക്കൊന്നും പറ്റിയില്ല. പിന്നെ എന്താ രേവതി എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ രേവതി നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. ഭക്ഷണമായിട്ട് പോയപ്പോ വഴിയിൽ ഇങ്ങനെ ചെരുപ്പ് തുന്നുന്നവരൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു എന്നൊക്കെ പറയാണേ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി അങ്ങ് ഉറഞ്ഞു തുള്ളുന്നുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കൊണ്ടുവന്ന ഭക്ഷണം നീ പിച്ചക്കാർക്ക് കൊടുത്തു അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്നാൽ രവി പറയുന്നുണ്ട്, ചന്ദ്രേ എന്തായാലും നീ അങ്ങനെയൊന്നും പറയരുത്, വിശക്കുന്ന വയറിന് ഭക്ഷണം കൊടുക്കുന്നതിനോളം പുണ്യം വേറെ ഒന്നുമില്ല. രേവതി മോള് ചെയ്തത് ഏറ്റവും നല്ല കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. രേവതിയും പറയുന്നുണ്ട്, അമ്മേ അവരെ പിച്ചക്കാരെന്നൊന്നും വിളിക്കണ്ട, അവരെ അധ്വാനിച്ച് ചെരുപ്പ് തുന്നുന്നവരാണ്, അവർക്ക് ഒരു ദിവസം പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ നല്ല ക്ഷീണത്തിലായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് കൊടുത്തതെന്നൊക്കെ രേവതിയും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ചന്ദ്രമതി ആണെങ്കിൽ അങ്ങ് നിന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ട്, നീ എനിക്ക് ഭക്ഷണം തരാതിരിക്കാൻ വേണ്ടിയിട്ട് നീ മനഃപൂർവ്വം ചെയ്തതാടി, നീ ബിരിയാണിയിൽ എന്തോ കലർത്തിയതാന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഉറഞ്ഞു തുള്ളുന്നുണ്ട്. സച്ചി അതിന് തക്കതായ മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് കാണും വരയ്ക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ചാനൽ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.